സാറിന് ഒന്നുകൂടി വിളിക്കോ? ആ വിളിക്കാനാ ഇതിപ്പോ വരാട്ടാ. ഇനി തിന്നാ എനിക്ക് മുട്ടം പണി കിട്ടും. ഡയറക്ടർ സാർ, ആ ഇതാ ഞാൻ പറഞ്ഞ ആള്. നീ ചന്തു അല്ലേ? നിന്നെയൊക്കെ പേടിച്ചിട്ടാണ് കോപ്പ ഞാൻ ഷൂട്ടിംഗ് മദ്രാസിലേക്ക് മാറ്റിയത്. ചന്തു പോ ഓടാ. അയ്യോ സാർ, ഈ കഥ ഞാൻ കേട്ടതാണ് സാർ. ഇതൊന്നും അയ്യോ ശരിയാവില്ല. നല്ല അസൽ കഥയാണ് സാർ. ശരിയാവില്ല. ഈ കഥ സാറ് ചെയ്താലേ ശരിയാവുള്ളൂ. അതെ സാർ, ഇന്ത്യയിൽ സാർ അല്ലാതെ വേറെ ഒരു ഡയറക്ടർ ഇല്ല ഇത് ചെയ്യാൻ. ആ, എന്നാ ടഫ് സബ്ജക്റ്റാ. വെരി ടഫ് സാർ, ഒന്ന് കേട്ട് നോക്ക്. ഓക്കെ സാർ അപ്പൊ ഞാനങ്ങോട്ട്. താങ്ക് യു സാർ. എന്താ ചെയ്യില്ല, പടം ഞാൻ തന്നെ ചെയ്യണം. എന്ത് വായിന്ന് കൈയെടുക്കണ? ക്യാമറ പൊങ്ങി വരുന്നു സാർ. ക്യാമറ പൊക്കണോ താഴ്ത്തണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. ക്യാമറ താഴെ വെക്ക്. വെച്ചു സാർ. ഇനി പറ. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. ഏതാ ഈ കുട്ടി? അത് കൃഷ്ണന്റെ കൂടെ വന്നാണ് സാർ. താങ്കത പറ. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. എന്താ പേര്? ചന്തു. നിന്റെ പേരല്ല ചോദിച്ചത്, കുട്ടിയുടെ പേരെന്താ? സുമ. ഹായ്, നൈസ് നെയിം. ഉവ്വ. കിഴക്കേപ്പാടം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഉവ്വ. ആ ഗ്രാമത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ സാർ അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല സാർ. കിഴക്കേപ്പാടം ഗ്രാമം. കിഴക്കേപ്പാടമുള്ള സ്ഥലം. കിഴക്കേപ്പാടം നിങ്ങളുടെ അമ്മൂമ്മയുടെ. അങ്ങനെ കിഴക്കേപ്പാടം എന്റെ അമ്മൂമ്മയുടെ സ്ഥലമാണ് സാർ. അതാണ് എന്റെ കഥയിലെ ഗ്രാമം. അവിടെ ധനികനായ ഒരു പണക്കാരനുണ്ട്, ഒരു തമ്പുരാൻ. ഈ കഥ നീ എന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതിലൊരു വ്യത്യസ്തത ഉണ്ട് സാർ. ഒരു പുതിയ കഥാപാത്രം രൂപപ്പെട്ടിട്ടുണ്ട്, വസുമതി. കഥയുടെ പേര് തന്നെ എങ്ങനെയാണ്? വസുമതിക്കൊരു പ്രേമലേഖനം.